അഡ്വാൻസ് ലെവൽ, അതായത് EFT എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കേരളത്തിൽ അതിശക്തമായി ഒത്തിരി ആളുകൾ, ട്രെയിനേഴ്സ് ആവട്ടെ, എല്ലാവരും പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഈ EFTയുടെ ഒരു അഡ്വാൻസ് പ്രോഗ്രാം ആയിരുന്നു ഇന്നലെ കോഴിക്കോട് ഉണ്ടായിരുന്നു. അഡ്വാൻസ് ലെവൽ EFT. അതിൽ പങ്കെടുത്ത ആളുകൾ ഒന്ന് സംസാരിച്ച് എന്തുവാ നിങ്ങൾക്ക് പറയുവാനുള്ളത്? കാരണം ഇത് ലോകം മുഴുവനും, അതായത് ഏത് പ്രതിസന്ധി അനുഭവിക്കുന്നു അത് പരിഹാരമാണോ അല്ലേ എന്നുള്ളതാണ്. ഞാനിത് പറയിപ്പിക്കുന്നത് ജനങ്ങൾക്ക് മൊത്തം ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സംസാരിച്ച്, ആരാണ് ഇന്നലെ പങ്കെടുത്ത ആൾക്കാർ? ഒന്ന് സംസാരിച്ച്, ആരൊക്കെയാണ് പങ്കെടുത്തത്? സുരേന്ദ്രനാണ് സാർ. ഇന്നലത്തെ ദിവസം എനിക്ക് വളരെയേറെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദിവസമാണ് ഇന്നലെ രാവിലെ 9:30 മണിക്ക് അവിടെ വന്നിരുന്ന് 5 മണി വരെ എനിക്ക് അവിടെ അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞുള്ള ക്ലാസ് എനിക്ക് കിട്ടാത്തതിന്റെ ഭയങ്കര സങ്കടമുണ്ട്. അത് വളരെ മൂല്യമുള്ളതായിരുന്നു. ടൈമിന്റെ കുറവ്, ട്രെയിനിന്റെ സമയമൊക്കെ കണക്കാക്കിയിട്ട് ഞങ്ങൾ പോരേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കോഴ്സാണെന്നുള്ളത് എനിക്ക് നല്ലോണം ബോധ്യം വന്നിട്ടുണ്ട്. എൻ്റെ ആന്തരികമായ ഒരു ബോധം EFTയുടെ പല ഭാഗങ്ങളിലൂടെ നമ്മളെ കടത്തി വിട്ടുകൊണ്ട് ആന്തരികമായ ആ ഒരു ഉണർവ് നമ്മളിലേക്ക് എത്തിപ്പെട്ടു. വളരെയേറെ ശാന്തതയും സമാധാനവും സന്തോഷവും ജീവിതത്തിന്റെ പല മേഖലകളിലും നമുക്ക് ഉണർവ് തട്ടുന്ന ഒരു കോഴ്സാണ് ഇന്നലെ എനിക്ക് അവിടെ നിന്ന് ലഭിച്ചത്. അതിന് സാറിനോട് നന്ദി പോലും പറയാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് ഇന്നലെ നമുക്ക് അവിടെ എല്ലാവർക്കും ഉണ്ടായത്. ഒന്നിനും സമയമില്ല. എന്തെല്ലാമൊക്കെയോ സാറിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുണ്ടെന്നുള്ള ആ ഒരു ആവേശത്തിൽ അങ്ങനെ പ്രതീക്ഷയിലിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. പക്ഷെ ഇവിടെ എത്തിപ്പെടണമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അത് കട്ട് ചെയ്ത് 5 മണിക്ക് തന്നെ പോരുക ചെയ്തത്. ഇനി ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളും വളരെ മൂല്യമുള്ളതാണ്. അതെല്ലാം നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഈ ജീവിതം ധന്യമാക്കാൻ സാധിക്കുമെന്ന് ഉള്ളത് നമ്മളുടെ സുഹൃത്തുക്കളെല്ലാവരും മനസ്സിലാക്കി ഈ ഹാപ്പി പാർക്കിൽ പങ്കെടുത്ത് ജീവിതം ധന്യമാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി. ഓക്കെ, വളരെ വളരെ സന്തോഷം. ഇനി ആരാണ് അതിൽ പങ്കെടുത്ത ഒരാൾ സംസാരിച്ചേ? കാരണം അത്രയും സംസാരിച്ചോളൂ സാർ. ഇന്നലെ കോഴിക്കോട്, കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നാണല്ലോ, ആലപ്പുഴ. സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഞങ്ങൾ ഇന്നലെ ഞാനും വൈഫും ഉണ്ടായിരുന്നു. കോഴിക്കോടാണ് പങ്കെടുത്തത്. രാവിലെ 9 മണിക്കോടെ എത്തി. 5 ക്ലാസ് കഴിയുന്നവരെ ഉണ്ടായിരുന്നു. വന്ന് പട്ടാമ്പിയിൽ വന്നിട്ട് ഞാൻ ആലപ്പുഴ തിരിച്ചെത്തി. 3:30 മണിയായപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. ഇന്നലത്തെ ക്ലാസ്സിൽ നിന്ന് ജീവിതത്തിൽ ഇന്ന് വരെ അറിയാത്ത പല കാര്യങ്ങളും, ഒരുപാട് അറിവുകൾ കിട്ടി. പ്രത്യേകിച്ച് എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രസീവ് ആയത്, നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഏത് തരത്തിലുള്ള ചോദ്യമാണോ നമ്മൾ ചോദിക്കുന്നത് അതനുസരിച്ചുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നുള്ളൊരു അറിവാണ്. അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഇന്ന് ഒരുപാട് നോട്ട്സും ഒക്കെ തന്നിട്ടുണ്ട്, പ്രിന്റ് ഔട്ടൊക്കെ തന്നിട്ടുണ്ട്. അത് വിശദമായിട്ട് ഒന്നുകൂടെ പഠിക്കണം. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നുള്ളൊരു പുതിയ, ഇതുവരെ അറിയാത്തൊരു അറിവാണ് ഇന്നലെ എനിക്ക് അതിന് ലഭിച്ചത്. വളരെ മൂല്യമുള്ള ഒരു ക്ലാസ് ആയിരുന്നു സാർ. വളരെ മൂല്യമുള്ള, ലോകത്തെങ്ങൊന്നും കിട്ടാത്തത്ര അറിവുകളാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയത്. ഓക്കെ, വളരെ വളരെ സന്തോഷം. ഏതായാലും ഒത്തിരി ആളുകളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കും. അത് എല്ലാവരും അറിയണം എന്നതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ മൂടി വെക്കാൻ പറ്റുമോ സാർ? ഈ ഇത്രയും ഒരിക്കലും ഇല്ല സാർ. ഹാപ്പി പാർക്കും സാറും ചെയ്യുന്ന ഈ ഒരു പുണ്യകർമ്മം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കും, യാതൊരു സംശയമില്ല. കാരണം അത്രയും ഇന്നലെ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു, ശക്തമായ മഴ. ഞങ്ങള് സംസാരിച്ചുകൊണ്ടാണ്, ഈ കണ്ണൂരിൽ നിന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇത്രയും ബുദ്ധിമുട്ടി ക്ലാസ്സിന് വരിക എന്ന് പറഞ്ഞാൽ അതിന് പ്രയോജനം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവരിലേക്ക് ഇത് എത്തിക്കണം. ഓക്കെ, വളരെ വളരെ സന്തോഷം. കണ്ണൂര്, കാസർഗോഡ് നിന്നൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ഏതായാലും നമുക്ക് അടുത്ത 29-ാം തീയതി ഇതിന്റെ ഒരു സെഷൻ നമുക്ക് എറണാകുളത്ത് നടക്കുന്നുണ്ട്. അതിനുശേഷം 2 ടീമിനെയും കൂട്ടിയിട്ട് നമുക്കൊരു സെഷൻ വേറെ വെക്കാം. ഓക്കെ, സൂമിൽ ചെയ്യാം. ശരി, ഇനി ആരാണ് സംസാരിക്കുന്നത്? പെട്ടെന്ന് സംസാരിച്ചാൽ നന്നാവും. നമുക്ക് മണി മൈൻഡ് സെറ്റിന്റെ പ്രോഗ്രാം വരുന്നുണ്ട്. എനിവൺ, ആരാണ് ഇനി അടുത്ത് സംസാരിക്കാനുള്ളത്? ഇന്നലെ പ്രോഗ്രാം പങ്കെടുത്ത സാറേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. ഇതെല്ലാം എല്ലാവരും അറിഞ്ഞ് എല്ലാവരും ഇതിനകത്തേക്ക് എത്തണമായിരുന്നു എന്നെ ചിന്തിച്ചു പോയി.
അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ആരും അറിയാണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ അന്നല്ല ഇങ്ങനെ ചിന്തിച്ചു പോകും. ഇന്നലൊക്കെ വീട്ടിലൊക്കെ എത്തിയപ്പോ എങ്ങനെയുണ്ട് ആയിഷത്ത? എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ റാഹത്ത് തന്നെ, സന്തോഷം. നേരത്തെ ഉണ്ടായിരുന്നെല്ലാം പോലെ ഈ ട്രഷറും ഈ EFTയും ഈ കാര്യങ്ങളൊക്കെ ആയതോടു കൂടി ജീവിതം രണ്ടായി തിരിഞ്ഞില്ല. അതായത് നിങ്ങൾ ഇതിന് മുടക്കിയ ഫീസ് ആവട്ടെ, നിങ്ങളുടെ സമയമാവട്ടെ, നിങ്ങളുടെ എനർജി ആവട്ടെ, അതൊക്കെ എത്രയോ ഇരട്ടിയായിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു കിട്ടിയില്ലേ? ഓ, ഫീസിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നേ ഇല്ലല്ലോ, ചിന്തിക്കാനുള്ള ഒരു ഇത് വരുന്നില്ലല്ലോ. നമ്മളായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണല്ലോ നമ്മള് ഇത്. ഇൻവെസ്റ്റ്മെന്റ് ആണത്, നമ്മളിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. എല്ലാവരും ഇതിനകത്തേക്ക് എത്തിപ്പെടട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ. ഇനി ഒന്ന് രണ്ടാ കൂടി സംസാരിക്കാം. വളരെ വളരെ സന്തോഷം. ഇവിടെ സംസാരിച്ച ആൾക്കാർക്കൊക്കെ നന്ദി അറിയിക്കുകയാണ്. ഒത്തിരി ആളുകൾക്ക് നമുക്ക് ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ടതില്ല. എവറിത്തിങ് ക്യാൻ ബി ചേഞ്ച്ഡ്. മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല. ഈ ഒരു സത്യം ലോകം അറിയണം എന്ന ഒരു വളരെ നിഷ്കളങ്കമായ ഒരു ആഗ്രഹമാണ് നമുക്കുള്ളത്. കാരണം വെറുതെ ടെൻഷനോ ഇഷ്യൂസോ അടിച്ച് എന്തിനു ജീവിക്കുന്നു? എല്ലാം നമ്മുടെ പാരഡൈമാണ്. പൈസ ഇല്ലായ്മയും പ്രതിസന്ധിയും ഒക്കെ. ആ പാരഡൈമിനെ ഷിഫ്റ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് മാറാൻ കഴിയില്ല. നമ്മൾ എത്ര എഡ്യൂക്കേഷൻ നേടിയിട്ടും കാര്യമില്ല. അതേപോലെ കൂട്ടത്തിൽ പറയാനുള്ളത്, നമ്മൾ ഇനി അടുത്ത 1, 2, 3 തീയതികളിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഹാപ്പി പാർക്കിന്റെ റിച്ച് വൈബ് ക്ലബിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. അതിന്റെ റൈറ്റപ്പും കാര്യങ്ങളും സാർ അയച്ചു തരും. 1, 2, 3 തീയതികളിൽ കുറെ ഡീപ്പായ പ്രോഗ്രാം ആയിരിക്കും. നിങ്ങളെല്ലാവരും അത് സ്റ്റാറ്റസ് വെച്ചിട്ടോ അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് അയച്ചിട്ടോ എല്ലാവരും അതിൽ പങ്കെടുപ്പിക്കുക. കാരണം ആളുകൾക്ക് അറിയട്ടെ കാര്യങ്ങൾ. ഓക്കെ, ശരി. ഇനി ഇന്നലെ പങ്കെടുത്ത ഒരാൾ സംസാരിച്ചേ. ഒത്തിരി ആൾക്കാർ ഇന്നലെ നിറഞ്ഞ സത്യസായി. ആ, ഇന്നലത്തെ ക്ലാസ് എന്ന് എന്താ പറയേണ്ടതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ക്ലാസ് ആയിരുന്നു സാർ. അവിടെ സമയം നമുക്ക് പോയത് സമയമില്ലായിരുന്നു. എന്തൊക്കെയോ കുറെ കൂടി നമുക്ക് അറിയാനുണ്ടായിരുന്നു. പക്ഷെ സമയം നമുക്ക് ഇങ്ങ് എത്തേണ്ടത് കൊണ്ട് നമ്മൾ കണ്ണൂർക്കാർ എല്ലാവരും തന്നെ കുറച്ച് വേഗത്തിൽ തന്നെ 5 മണിയാകുമ്പോ തന്നെ വന്നു. എന്താ എല്ലാവരും ഇതിലേക്ക് വരണം എന്ന് തന്നെയാണ്. എങ്ങനെ എല്ലാവരെയും മനസ്സിലേക്ക് എല്ലാവരെയും എങ്ങനെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയാണ് ഇപ്പൊ എനിക്ക്. എത്ര പേര് പുറത്തുനിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന മനസ്സ് വിഷമിച്ചും ഇതിലേക്ക് എത്തിയവര് എല്ലാവരും ഭാഗ്യവാന്മാർ തന്നെ. ജീവിതത്തിൽ ഇന്ന് വരെ അറിയാത്ത കാര്യമാണ് സാർ ഇന്നലെ നമുക്ക് അവിടുന്ന് കിട്ടിയത്. ചോദ്യങ്ങളാണ് കൂടുതൽ. നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതാണ് അതിന്റെ ഒരു ഉത്തരമാണ്. ഇതുവരെ എന്തൊക്കെ നമ്മൾ പഠിച്ചു, സ്കൂളിൽ കോളേജുകളിൽ എല്ലാം പഠിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൻസർ ഇങ്ങനെയൊന്നും നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇതിന്റെ മൂല്യം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഫീസ് ഒന്നും നമ്മളത് ചിന്തിക്കുന്നേ ഇല്ല. ഫീസ് ഫസ്റ്റ് ഇങ്ങനെ പറയുമ്പം ഫീസ് ഇങ്ങനെയാണ് പറയുമ്പോൾ മനസ്സിനൊരു ഇതുണ്ടായിരുന്നെങ്കിലും ഇതിൽ കേറിയപ്പോ ഫീസ് അങ്ങനെ ആ ഒരു ഇതേ അതിൽ വരുന്നേ ഇല്ല. ഫീസ് എന്നുള്ളതൊന്നും ഇതിന് ഒരു ഇതല്ല. ഇതിൽ എത്തിപ്പെടാത്തവര് വേഗം ഇതിലേക്ക് പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. ഇതിനാ വെറുതെ പുറത്തുനിന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇതിലേക്ക് വേഗം തന്നെ എത്തിപ്പെടുക. അത് തന്നെയാണ് പറയാനുള്ളത് എനിക്ക്. ഇന്നലെ വേഗം ഇങ്ങ് വരേണ്ടത് വന്നുകൊണ്ട് ഒന്നും പറയാനൊന്നും പറ്റിയില്ല കൂടുതലായിട്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഓക്കെ, വളരെ വളരെ സന്തോഷം. ഗോവിന്ദ് നമ്പൂതിരി സാറ് കേൾക്കാമോ? ഗോവിന്ദൻ സാർ നമ്മളെ ട്രെയിനർ ആയിരുന്നു. ഇന്നലെയാണ് സാറെ നേരിട്ട് ആദ്യമായി കാണുന്നത്. സംസാരിച്ചേ സാറേ? നമസ്കാരം സാർ. നമസ്കാരം. സാർ പറഞ്ഞ പോലെ കുറെ മുമ്പേ വരേണ്ട ആളായിരുന്നു. എല്ലാറ്റിനും ഒരു നിയോഗം ഉണ്ടല്ലോ സാർ. അപ്പൊ അങ്ങനെ ഇന്നലെ പിന്നെ എന്റെ സഹോദരി ദേവകി കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നിച്ച് പിന്നെ അവിടെ പങ്കെടുത്തു. ഏതായാലും വളരെ വളരെ സന്തോഷം ഇന്നൊരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സമയം പോയത് അറിഞ്ഞില്ല. മറ്റുള്ളവരൊക്കെ പറഞ്ഞത് തന്നെ കാര്യം, സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ മാത്രമല്ല അവസാനം കഴിയുന്നവരെ നിൽക്കാൻ സാധിച്ചില്ല. ഞാൻ സാറോട് പറഞ്ഞല്ലോ, ട്രെയിനിന്റെ പ്രശ്നം കൊണ്ട് കുറച്ച് നേരത്തെ വരേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷമം ഉണ്ടായി. എങ്കിലും അവിടെ ഇരുന്ന സമയം നമ്മൾ വളരെ സന്തോഷമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ജീവിതത്തിൽ ഉയർച്ച നേടണമെങ്കിൽ നമ്മൾ എപ്പോഴും 1-ാം ക്ലാസ്സിൽ ഇരുന്ന പോലല്ലോ.
നമ്മൾ മുന്നോട്ട് വരണം, അല്ലാണ്ട് പറ്റില്ല. അതിന് ഇങ്ങനെയുള്ള കോഴ്സുകളിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. താങ്ക് യു സർ, വളരെ നന്ദി. ഓക്കെ, വളരെ സന്തോഷം. ഇനി ഒത്തിരി ആൾക്കാർ സംസാരിക്കാനുണ്ടാവും. നമുക്ക് ഹാപ്പി ഫ്രൈഡേയിൽ സംസാരിക്കാം. ഇപ്പോ നമുക്ക് എന്താ പറയാ, വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. ഇന്നലെ ഒരു എന്താ പറയാ, ഇത് അഡ്വാൻസ് ആണ്, അത് ഓർക്കണം. ബേസിക് അല്ല, ഇത് അഡ്വാൻസ് ആണ്. ബേസിക് പങ്കെടുത്തവർക്ക് മാത്രമേ അഡ്വാൻസിൽ പങ്കെടുക്കുവാനുള്ള ഇതുള്ളൂ. കാരണം ബേസിക്കിൽ പങ്കെടുത്ത് ആൾക്ക് മാറ്റം ഉണ്ടാവണം. മാറ്റം ഉണ്ടായി ആ മാറ്റം ആസ്വദിക്കണം. ആ മാറ്റം ആസ്വദിച്ച് ഉയർന്ന തലത്തിലോട്ട് പോകാനാണ് അഡ്വാൻസ്. ഇതിൻ്റെയും ഉയർന്ന തലത്തിലോട്ട് പോകാനാണ് മാസ്റ്റർ. ട്രഷർ കോഴ്സിൽ പങ്കെടുക്കുന്നവർക്ക് ഇതെല്ലാം ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവുക. അവർക്ക് വേറെ ഫീയോ കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫീസും കാര്യങ്ങളൊന്നും ആരും ഇതിൽ ശ്രദ്ധിക്കരുത്. നമ്മൾ ഒരുപാട് കാര്യത്തിന് വേണ്ടി ആവശ്യമുള്ളതിനും അനാവശ്യമില്ലാത്തതിനും ഒക്കെ നമ്മൾ തിരിച്ചെലവാക്കുന്നവരാണ്. പക്ഷെ ഇത് നമ്മളടുത്തുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പബ്ലിക്കിന് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ചൂടും. കാരണം നമ്മൾ എപ്പോഴും ഈ ഫിനാൻഷ്യൽ കോൺഷ്യസ് ആ പലരും എനിക്കെന്ത് നഷ്ടമാവുന്നുള്ളത്. ഇന്നലെ ഒരാൾ പറഞ്ഞു, എന്താ പറയാ, എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, ഒരു 2000 രൂപ പോലും മുടക്കുമ്പോൾ ആളുകൾ മുടക്കുകയാണെന്ന്. പക്ഷെ അതിൽ വന്നതിന് ശേഷമാണ് ലക്ഷങ്ങളല്ല കോടികളാണ് എന്ന ഒരു തിരിച്ചറിവോട്ട് വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത 29-ാം തീയതി നമുക്ക് എറണാകുളത്തും ഇതേ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ 1, 2, 3 തീയതികളിൽ സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും പങ്കെടുക്കുക. അത് അതിശക്തമായിരിക്കും. നമ്മുടെ ഒക്കെ അകത്ത് വലിയ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അതിൻ്റെ ഒരു പ്രചാരകർ കൂടിയാവുക. ഹാപ്പി പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, നിങ്ങളൊക്കെ ഹാപ്പി പാർക്കാണ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ആൾക്കാരാണ്. പ്രത്യേകിച്ച് EFTയുടെ ബേസിക് അഡ്വാൻസിലൊക്കെ പങ്കെടുത്ത ആൾക്കാർ തീർച്ചയായിട്ടും അത് പങ്കാളികളാവണം. അതുപോലെ ട്രഷറിലുള്ള ആളുകൾ ഒരിക്കലും മാറി നിൽക്കരുത്. കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മാറ്റവും സന്തോഷവും ശാന്തിയും ഒക്കെ അതൊക്കെ നമ്മൾ അക്നോളജ്ഡ് ആയിരിക്കണം. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ദൈവം ഒന്നും തരൂല. കിട്ടുന്നതൊക്കെ പാന വെക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലൈക്ക് പറ്റുന്ന ഒരു പൈപ്പിൽ ഫുള്ള് ബ്ലോക്ക് ആണെങ്കിൽ ആ പൈപ്പ് മാറ്റില്ലേ നമ്മൾ. അത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെയും കഥ. സോ മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇതില് ഒരുപാട് എത്തിക്കാനുള്ള ആഗ്രഹമുണ്ട് സാർ. ഓ, Thank you, sir. Thank you.